മുന്നിൽ കാരിച്ചാൽ തന്നെ 1973, 74, 75, 76, 80, 82, 83, 84, 86, 87, 2000, 2001, 2003, 2008 വർഷങ്ങളിലെ നെഹ്റു ട്രോഫി വിജയിയായിട്ടുള്ള കാരിച്ചാൽ തന്നെയാണ് ഇപ്പോൾ മുന്നിൽ. ചക്രവർത്തിയാണ് ജലമേളകളിൽ കാരിച്ചാൽ. അതെ, കാരിച്ചാൽ തന്നെ. കാരിച്ചാൽ തന്നെ ഫ്രീഡം ബോട്ട് ക്ലബ് കൈനകരി തുഴയുന്ന ജിജി ജേക്കബ് പിള്ളയിലായിട്ടുള്ള ക്യാപ്റ്റനായിട്ടുള്ള 3-ാം നമ്പർ വള്ളം 4-ാം ട്രാക്കിൽ തുഴയുന്ന വീണ്ടും തെളിയിച്ചിരിക്കും ജലരാജാവാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ചമ്പക്കുളം മൂലം വള്ളംകളിയിലും അല്പസ്വല്പം തർക്കത്തിന് ശേഷം കാരിച്ചത് കാരിച്ചാൽ തന്നെയാണ്. ഇതാ ഫ്രീഡം ബോട്ട് ക്ലബ് തുഴയുന്ന കാരിച്ചാൽ ഫിനിഷിംഗ് പോയിന്റിന് സമീപം എത്തിയിരിക്കുന്നു. ഫിനിഷിംഗ് പോയിന്റിന് സമീപം എത്തിയിരിക്കുന്നു. അതെ, അവര് തന്നെ കാരിച്ചാൽ രണ്ടാമതായിട്ട് ടോമിച്ചൻ മുളകുപാടം ബോട്ട് ക്ലബ് കുമരകം ടോമിച്ചൻ മുളകുപാടം അങ്ങനെ കുട്ടനാട് ശൈലിയിൽ തുഴഞ്ഞ 2 വള്ളങ്ങൾ 4-ാം ഒന്നാമതായിട്ട് ചുണ്ടൻ വള്ളങ്ങളുടെ 4-ാം നമ്പർ ഹീറ്റ്സിൽ 4-ാമത്തെ ട്രാക്കിൽ തുഴഞ്ഞ 3-ാം നമ്പർ വള്ളം കാരിച്ചാൽ. ഫ്രീഡം ബോട്ട് ക്ലബ് കൈനകരി തുഴഞ്ഞ കാരിച്ചാൽ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. 2-ാം സ്ഥാനത്ത് ശ്രീഗണേശൻ, 3-ാം സ്ഥാനത്ത് ആനാരി പുത്തൻ ചുണ്ടൻ. പിറവം ബോട്ട് ക്ലബ് ഏലിയാസ് വർഗീസ് ക്യാപ്റ്റനായിട്ടുള്ള ആനാരി പുത്തൻ ചുണ്ടൻ 4-ാം സ്ഥാനം. ശ്രീ ഹരികുമാർ വലയത്ത് നൽകും. നന്ദി. ചെറിയ മത്സരം അവസാനിക്കും. മത്സരം അവസാനിക്കുമ്പോൾ കാരിച്ചാൽ ചുണ്ടൻ 14 തവണ ഇപ്പോൾ സ്ലോ മോഷൻ കാണുകയാണ്. 14 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട കാരിച്ചാൽ ചുണ്ടൻ ഇതാ 4-ാമത്തെ ഹീറ്റ്സിൽ 4-ാമത്തെ ട്രാക്കിലൂടെ 1-ാമതായി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഫ്രീഡം ബോട്ട് ക്ലബ്ബ് കൈനകരി അവരവതരിപ്പിച്ച ഈ കാരിച്ചാൽ ചുണ്ടൻ വള്ളങ്ങളുടെ മാറിയിരിക്കുന്നു. ജിജി ജോക്കബ് പൊള്ളൈ വെപ്പ് വള്ളങ്ങൾ എ ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരം ആരംഭിച്ചിരിക്കുന്നു. ചരിത്രം പറയുമ്പോൾ ചുണ്ടൻ വള്ളങ്ങൾക്ക് അകമ്പടിയായി മുൻകാലങ്ങളിൽ യുദ്ധ രംഗങ്ങളിൽ ചുണ്ടൻ വള്ളങ്ങൾക്ക് അകമ്പടിയായി പോയിരുന്ന കലവറ വള്ളങ്ങളാണ് ഈ വെപ്പ് വള്ളങ്ങൾ. ഈ 4 ട്രാക്കിലൂടെ കടന്നു വരുന്നത്. 1-ാമത്തെ ട്രാക്കിൽ ഉദയം പറമ്പ് കെ ശശിധരൻ നയിക്കുന്ന ബാപ്പുജി ബോട്ട് ക്ലബിന്റെ ഉദയം പറമ്പ് വെപ്പ് എ ഗ്രേഡ് വള്ളം. 2-ാമത്തെ ട്രാക്കിൽ ശിവൻകുട്ടി നയിക്കുന്ന അംബേദ്കർ ബോട്ട് ക്ലബിന്റെ അമ്പലക്കടവൻ. 3-ാമത്തെ ട്രാക്കിൽ AT ബാബു പ്രണവം ബോട്ട് ക്ലബ്ബ് തിരുവല്ല നയിക്കുന്ന പട്ടേരിപ്പുരയ്ക്കൽ. 4-ാമത്തെ ട്രാക്കിൽ കോട്ടപ്പറമ്പൻ ജയമോഹൻ PG ക്യാപ്റ്റനായിട്ടുള്ള വേമ്പനാട് ബോട്ട് ക്ലബിന്റെ കോട്ടപ്പറമ്പൻ വള്ളം. ചുണ്ടൻ വള്ളത്തിൻ്റെതുപോലെ സമാനമായ ചെറിയ അമരവും പരന്ന അണിയവുമുള്ള ഈ വെപ്പ് വള്ളങ്ങൾ രാജഭരണകാലത്ത് യുദ്ധവള്ളങ്ങൾക്ക് അകമ്പടി പോയിക്കൊണ്ടിരുന്ന പാചകത്തിനുള്ള സാധനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വള്ളങ്ങളായിരുന്നു. മത്സര സ്വഭാവം കൈവരിച്ചതുകൂടെ വെപ്പ് വള്ളങ്ങളും ഇപ്പോൾ ജലോത്സവ വേദികളിലെ താരങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ കലവറ വള്ളങ്ങൾ ചുണ്ടൻ്റേതുപോലെ തന്നെയുള്ള സമാനതകൾ സൃഷ്ടിച്ചുകൊണ്ട് അത്രയും തന്നെ വേഗത ഇല്ലെങ്കിൽ പോലും വളരെ ഉയർന്ന തലത്തിലുള്ള അണിയവും അമരവും അതുപോലെ തന്നെ പരന്ന അണിയവുമായി ഏതാണ്ട് 50ഓളം ആൾക്കാരെ 3ഓളം പങ്കായക്കാരും ഇതിലും ചുണ്ടനിലേതുപോലെ തന്നെ പങ്കായം ചുഴറ്റി എറിയുമ്പോൾ വള്ളപ്പാടുകൾ തന്നെ ഈ വള്ളം മുന്നോട്ട് കുതിച്ചു പായുകയാണ്. പുന്നമടക്കായലിൻ്റെ ഈ ദീപസമാനമായി ഇരു വശങ്ങളിലും
കൂടി നിൽക്കുന്ന ജനതയെ സാക്ഷി നിർത്തിക്കൊണ്ട് വെപ്പ് വള്ളങ്ങൾ ഏതാണ്ട് വെള്ള ജേഴ്സി അണിഞ്ഞ വെപ്പ് വെള്ളങ്ങൾ പച്ച നിറത്തിലുള്ള പങ്കായം അവരുടെ പച്ച നിറത്തിലുള്ള തുഴകൾ വെള്ളത്തിൽ അതിവേഗത്തിൽ ചാണ്ടി ചാണ്ടി എറിഞ്ഞുകൊണ്ടാണ് കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ ട്രാക്കിലുള്ള ഉദയംപറമ്പ് ആണ് എന്ന് തോന്നുന്നു. രണ്ടാമത്തെ ട്രാക്കിലൂടെ വരുന്ന അമ്പലക്കടവൻ തൊട്ട് പിന്നിൽ തന്നെയുണ്ട്. ഏതാണ്ട് 500 മീറ്റർ പിന്നിട്ട് കഴിയുമ്പോൾ കിഴക്കേ അറ്റത്തെ ട്രാക്കിൽ കൂടി വരുന്ന ഉദയംപറമ്പ് ബാപ്പുജി ബോട്ട് ക്ലബ്ബ് പുല്ലങ്കടി കെ ശശിധരൻ നയിക്കുന്ന വള്ളം മുമ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 800 മീറ്റർ പിന്നിട്ട് കഴിഞ്ഞു. 1210 മീറ്റർ നീളമുള്ള ട്രാക്കിന്റെ ഏതാണ്ട് 1/3 ഭാഗം പിന്നിട്ട് കൊണ്ടിരിക്കുകയാണ്. വെള്ള ജേഴ്സി അണിഞ്ഞ ട്രാക്കിൽ കൂടി എത്തുന്ന ഓട്ടപ്പറമ്പൻ വള്ളം, തൊട്ടു പിന്നിൽ തന്നെ മൂന്നാമത്തെ ട്രാക്കിൽ കൂടി വരുന്ന പട്ടേരിപ്പുരയ്ക്കൽ, ഇവയൊക്കെ തന്നെ മുൻപോട്ട് നമ്പർ അണിഞ്ഞിട്ടുള്ള 5 നമ്പർ അണിഞ്ഞിട്ടുള്ള പട്ടേരിപ്പുരയ്ക്കൽ മൂന്നാമത്തെ ട്രാക്കിലൂടെ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ആവേശത്തിന് വേണ്ടി കൊടുക്കുന്നു. എല്ലാ വള്ളങ്ങളിലും നിലക്കാർ വായ്ത്താരികൾ ഇട്ട് കൊടുക്കുന്നു, താളങ്ങൾ ഇട്ട് കൊടുക്കുന്നു. ആ താളങ്ങൾക്ക് അനുസൃതമായി അവർ നയമ്പിൻ തൊമ്പിലൂടെ വെള്ളം ചുഴറ്റിയെറിയുകയാണ്. ഏതാണ്ട് പകുതി മുക്കാൽ ദൂരത്തോളം ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞത് 1000 മീറ്ററോളം അടുത്തു വരുമ്പോൾ ആ ആവേശ തിരയിളക്കത്തിന് ഇരുവശത്തുമുള്ള ഏതാണ്ട് മുൻപിൽ വന്ന ഒന്നാമതായി എത്തിക്കൊണ്ടിരിക്കുന്ന വള്ളം ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റിന് അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ട്രാക്കിലൂടെ എത്തിക്കൊണ്ടിരിക്കുന്ന വള്ളം രണ്ടാമത്തെ ട്രാക്കിലൂടെ എത്തിക്കൊണ്ടിരിക്കുന്ന നമ്പർ 20 ശിവൻകുട്ടി വലിയഴീക്കൽ പുത്തൻവീട് നയിക്കുന്ന അംബേദ്കർ ബോട്ട് ക്ലബിന്റെ അമ്പലക്കട ഗ്രേഡിൽ ഇപ്പോൾ ഹീറ്റ്സ് നമ്പർ 1-ൽ ഓട്ടപ്പറമ്പൻ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട്. 22-ാം നമ്പർ വള്ളം 4ാമത്തെ ഹീറ്റ്സിൽ ജയമോഹൻ PG നയിക്കുന്നു. വേമ്പനാട് ബോട്ട് ക്ലബ്ബ് കോട്ടയത്തെ താഴത്തങ്ങാടിയിലും ഒക്കെ തന്നെ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ്. ഈ യുദ്ധവള്ളങ്ങൾക്ക് അകമ്പടി പോയ ആ പാരമ്പര്യമുള്ള വള്ളം നമ്പർ 20 രണ്ടാമത്തെ ട്രാക്കിലൂടെ അമ്പലക്കടവൻ അംബേദ്കർ ബോട്ട് ക്ലബ്ബ് കരുനാഗപ്പള്ളി അവരുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. വെള്ള ജേഴ്സി അണിഞ്ഞ ചുണക്കുട്ടന്മാർ, നീല ജേഴ്സി അണിഞ്ഞ 4 പങ്കായക്കാർ അവർ നയിച്ചുകൊണ്ടിരിക്കുന്ന വള്ളം ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുത്തു. തൊട്ട് പിന്നാലെ തന്നെ 22-ാം നമ്പർ വള്ളം കോട്ടപ്പറമ്പൻ 4ാമത്തെ ട്രാക്കിൽ വേമ്പനാട് ബോട്ട് ക്ലബ്ബ് ജയമോഹൻ PG നയിക്കുന്ന വെപ്പ് എ ഗ്രേഡിലെ വള്ളം രണ്ടാമതായി ഫിനിഷ് ചെയ്യുന്നു. മറ്റ് വള്ളങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്പർ പട്ടേരിപ്പുരയ്ക്കൽ മൂന്നാമത്തെ ട്രാക്കിലൂടെ വരുന്ന പട്ടേരിപ്പുരയ്ക്കൽ പ്രണവം ബോട്ട് ക്ലബ്ബ് തിരുവല്ല AT ബാബു നയിക്കുന്ന പട്ടേരിപ്പുരയ്ക്കലാണ്. അവർ പ്രത്യേക ജേഴ്സി ഒന്നും അണിഞ്ഞിട്ടില്ല. കരുമാടി കുട്ടന്മാരെ പോലെ കുട്ടനാടിൻ്റെ മെയ്ക്കരുത്ത് പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ വളരെ ആലസ്യത്തിലാണ് തുഴയുന്നതെന്ന് തോന്നുന്നു. അവരുടെ ആവേശമൊക്കെ വിട്ടമട്ടാണ്. കായലിലെ പ്രതിഫലനങ്ങൾ പടിഞ്ഞാറ് നിന്ന് പ്രസരിക്കുന്ന സൂര്യന്റെ രശ്മിയിൽ, തണുത്ത രശ്മിയിൽ, വളരെ ചൂട് കുറഞ്ഞ രശ്മിയിൽ അവരുടെ നമുക്ക് കാണാം. തുഴഞ്ഞു വരുന്ന മറ്റൊരു വള്ളവും കൂടെ നമുക്ക് ഈ കൂട്ടത്തിൽ കാണാം. ഞങ്ങൾ ഇതൊന്ന് പാടിക്കളിക്കാൻ വന്നതാണ് എന്ന തോതിലാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. 21 നമ്പർ
വള്ളം ഉദയം പറമ്പ് KK ശശിധരൻ ബാപ്പുജി ബോട്ട് ക്ലബ്ബ് പുല്ലങ്കടി ചമ്മക്കുളം വിവിധ നിറത്തിലുള്ള വസ്ത്രധാരണങ്ങളോടുകൂടി കായലിലെ ഈ അംഗം കാണാൻ ഞങ്ങളും ഇവര് ഈ പുന്നമടക്കായലിലെ ഈ അംഗം കാണാൻ ഞങ്ങളും പോകുന്നു എന്ന മട്ടിൽ വളരെ വളരെ ആയാസരഹിതമായി തുഴഞ്ഞ് ഏതാണ്ട് വളരെയേറെ സമയമെടുത്തുകൊണ്ട് വള്ളപ്പാടുകൾക്ക് പിന്നിലായി ഇത് ഒരു ദൗത്യം പൂർത്തീകരിക്കുന്നത് പോലെ എന്ന് തോന്നും. അവരും ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നാലാമത്തെ ഹീറ്റ്സ് നമ്പർ 1 വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങൾ ഫിനിഷ് ചെയ്യുമ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് ശിവൻകുട്ടി നയിച്ച അംബേദ്കർ ബോട്ട് ക്ലബിന്റെ അമ്പലക്കടവൻ. രണ്ടാം സ്ഥാനത്ത് ജയമോഹൻ PG വേമ്പനാട് ബോട്ട് ക്ലബ്ബ് പള്ളം നയിച്ച കോട്ടപ്പറമ്പൻ. മൂന്നാം സ്ഥാനത്തെത്തുന്നത് AT ബാബു പ്രണവം ബോട്ട് ക്ലബ്ബ് തിരുവല്ല നയിച്ച പട്ടേരിപ്പുരയ്ക്കൽ. KK ശശിധരൻ ബാപ്പുജി ബോട്ട് ക്ലബ്ബ് നയിച്ച ചമ്പക്കുളം നയിച്ച ഉദയം പറമ്പ് വള്ളം ഫിനിഷ് ചെയ്യുന്നു. തുടർന്നുള്ള ഇപ്പോൾ ഗുലാം നബി ആസാദ് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യ സാമൂഹ്യക്ഷേമ കേന്ദ്ര മന്ത്രി അദ്ദേഹം ബോട്ടിൽ കയറി. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ പുത്രിയാണ്. അവര് ഈ ജലയാനത്തിൽ കയറി ഈ സ്പീഡ് ലോഞ്ചിൽ കയറി കുട്ടനാടിൻ്റെ ഈ പുന്നമടക്കായലിന് ഒരു പുളകമണിയുവാൻ വേണ്ടി മഹാത്മജി ഈ കായലിൽ ഈ പുന്നമടക്കായലിൽ നടുഭാഗം ചുണ്ടലിൽ സഞ്ചരിച്ച് കുട്ടനാടൻ ജനതയ്ക്കന്ന് ആവേശ തിരയിളക്കം നൽകിയപ്പോൾ ആശംസകൾ അർപ്പിച്ചതുപോലെ അദ്ദേഹം വള്ളത്തിൽ ബോട്ടിൽ കയറിയിരിക്കുന്നു. ഇപ്പോൾ ഇതേ സമയത്ത് തന്നെ വെപ്പ് എ ഗ്രേഡ് ഹീറ്റ്സ് നമ്പർ 2 ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ദൃക്സാക്ഷി വിവരണം നൽകുന്നതിനായി ജോസഫ് പുത്തമ്പരക്കലിനെ അദ്ദേഹത്തിനെ ഞാൻ കൈമാറുന്നു. നന്ദി ശ്രീ ഹരികുമാർ. എ ഗ്രേഡ് വെപ്പ് വള്ളങ്ങളുടെ രണ്ടാമത്തെ ഹീറ്റ്സ് ആരംഭിച്ചിരിക്കുകയാണ്. ജയ് ഷോട്ട്, വേണുഗോപാൽ, ആശാ പുളിക്കക്കളം, ബംഗാഴി എന്നിങ്ങനെ 4 കളിവള്ളങ്ങളാണ് ഈ ഇനത്തിൽ മത്സരിക്കുന്നത്. ഒന്നാമത്തെ ട്രാക്കിലൂടെ ജയ് ഷോട്ട് വള്ളം കടന്നു വരുന്നു. ജാബർ മേത്തറിൻ്റെ നേതൃത്വത്തിൽ ജയശ്രീ ബോട്ട് ക്ലബ്ബ് വെളിയനാട്ടുകാരാണ് അതിൽ തുഴയുന്നത്. ഏകദേശം പകുതി ഭാഗം പിന്നിടുമ്പോൾ ഇപ്പോൾ മൂന്നാമത്തെ ട്രാക്കിൽ ും നാലാമത്തെ ട്രാക്കിലുള്ള ബംഗാഴിയും തമ്മിലുള്ള ഒരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 1ഉം 2ഉം ട്രാക്കിലുള്ള വള്ളങ്ങൾ അല്പം പിന്നിലാണ്. ബംഗാളിയും തമ്മിൽ വളരെ മനോഹരമായ ഒരു പ്രകടനം തന്നെ, വാശിയേറിയ ഒരു പ്രകടനം തന്നെ നടക്കുകയാണ്. അതിശയോക്തി ഒട്ടുമില്ലാതെ ഇഞ്ചോടിഞ്ച് പൊരുതുക എന്ന് നമുക്ക് പറയാം. കഴിയുന്ന ട്രാക്കിൽ പ്രകടനമാണ് ഈ വള്ളങ്ങൾ നടത്തുന്നത്. രണ്ടാമത്തെ ട്രാക്കിൽ വേണുഗോപാൽ വള്ളത്തിൽ തുഴയുന്നത് പ്രൊഫസർ AJ ചാക്കോയുടെ നേതൃത്വത്തിൽ സെന്റ് പയസ് ബോട്ട് ക്ലബ്ബുകാർ മങ്കമ്പുകാരാണ് തുഴയുന്നത്. ഇപ്പോൾ കേന്ദ്രമന്ത്രി ശ്രീ ഗുലാം നബി ആസാദും കുടുംബാംഗങ്ങളും കേന്ദ്ര സഹമന്ത്രി ശ്രീ കാണികളെയും കാഴ്ചക്കാരെയും ഒക്കെ ആവേശത്തിൽ ആവേശപ്പെടുത്തിക്കൊണ്ടും അഭിവാദ്യം ചെയ്തുകൊണ്ടും കടന്നു പോകും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വെപ്പ് വള്ളങ്ങളുടെ പ്രകടനം പുളിക്കക്കളം വളരെ വ്യക്തമായ ഒരു ലീഡ് തന്നെ കരസ്ഥമാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ട്രാക്കിലുള്ള വേണുഗോപാലിനെയും അതുപോലെ നാലാമത്തെ ട്രാക്കിൽ പിന്തള്ളിക്കൊണ്ട് ആശാ പുളിക്കക്കളം വളരെ മനോഹരമായി ഇത് ഈ വർഷം പുതുക്കപ്പെടുന്നതാണ്. കഴിഞ്ഞ വർഷം അവർ പങ്കെടുത്തില്ല. വളരെ നല്ല കുട്ടമംഗലംകാർ തന്നെ തുഴഞ്ഞ് അവരും ഈ ഇനത്തിൽ വളരെ മനോഹരമായി പൊരുതി ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിലും UBC വള്ളങ്ങൾ
ഹീറ്റ്സിൽ ആധിപത്യം മുട്ടേൽ കൈനകരിയിൽ തുഴഞ്ഞ് ആധിപത്യം സ്ഥാപിച്ചു. ഏകദേശം വള്ളങ്ങളുടെ രണ്ടാം തുഴഞ്ഞ ആധിപത്യം സ്ഥാപിച്ചു. എ ഗ്രേഡ് വെപ്പുവള്ളങ്ങളുടെ രണ്ടാമത്തെ ഹീറ്റ്സ് ചാക്കോയുടെ നേതൃത്വത്തിൽ വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങളുടെ നേതൃത്വത്തിൽ വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങളുടെ ആദ്യപാദ മത്സരത്തിൽ രണ്ടാമത്തെ ഹീറ്റ്സിൽ ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടിരിക്കുന്നു. കാഴ്ച ബംഗാഴി തൊട്ട് പിന്നിലുണ്ട്. ഏകദേശം വള്ളംകളി ഭാഷയിൽ പറഞ്ഞാൽ 1.25 വള്ളപ്പാടിന് പിന്നിലാണ് ആശാപ്പുളിക്ക് കടന്നു വരുന്നത്. ഇതാ ആശാപ്പുളിക്കക്കളം ഒന്നാമതായി ഫിനിഷ് ചെയ്യുന്നു. വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങളുടെ രണ്ടാമത്തെ ഹീറ്റ്സ് തൊഴിഞ്ഞ് ആശാപ്പുളിക്കക്കളം റൺസ് ചാക്കോയുടെ നേതൃത്വത്തിൽ UBC കൈനകരി തൊഴിഞ്ഞ് ഒന്നാം സ്ഥാനം നേടുന്നു. ബംഗാഴി രണ്ടാം സ്ഥാനത്തേക്ക് KMB സുഭാഷിന്റെ നേതൃത്വത്തിൽ കൈരളി ബോട്ട് ക്ലബ്ബ് വെങ്ങാഴി മണിയാമ്പറമ്പുകാരാണ് അവർ തൊഴിഞ്ഞത്. അവർ രണ്ടാം സ്ഥാനം. മൂന്നാം സ്ഥാനത്തേക്ക് കടന്നു വന്നത് ജയ്ഷോട്ട് ജാബർ മേത്തറിന്റെ നേതൃത്വത്തിൽ ജയശ്രീ ബോട്ട് ക്ലബ്ബുകാർ തുഴഞ്ഞ് ആ കളിയുടെ ഒരു റീപ്ലേ കാണാം. ആശാപ്പുളിക്കക്കളം ഒന്നാമത് ഫിനിഷ് ചെയ്യുന്നു. ഇനിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്ക്, ഒരു ചെറിയ ഇടവേള. ഇന്ത്യയിലെ ഏറ്റവും വലിയ 916 ഹോൾമാർക്ക് വിവാഹാഭരണ ശേഖരം. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അമൂല്യ ഡിസൈനുകൾ, സർട്ടിഫൈഡ് ഡയമണ്ട്സിന്റെയും അൺകട്ട് ഡയമണ്ട്സിന്റെയും അപൂർവ കളക്ഷൻസ്. ജോസ്കോ ജ്വല്ലേഴ്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം തിരുവനന്തപുരം പഴവങ്ങാടിയിൽ നിങ്ങൾക്കായി